പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി വറജുലുൻ ആതാഹുല്ലാഹു മാലൻ വഇൽമൻ. ഒന്നാമത്തെ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്തും കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം അദ്ദേഹത്തിന് അറിവും നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ ചെയ്യുന്നത് ആ അറിവ് ഉപയോഗപ്പെടുത്തി അയാൾ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അമലുകൾ ചെയ്യുന്നു. അതോടൊപ്പം അയാൾക്ക് നൽകപ്പെട്ട സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ച് അതിന്റെ പ്രതിഫലവും അയാൾ നേടും. ഒരജുലൻ, രണ്ടാമത്തെ വ്യക്തി ആതാഹുല്ലാഹു ഇൽമൻ വലം യുഅ്തിഹി മാല. രണ്ടാമത്തെ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ അയാൾക്ക് ധാരാളം അറിവ് കൊടുത്തിട്ടുണ്ട്. ആ അറിവ് അനുസരിച്ച് അയാൾ പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈ രണ്ടാമത്തെ മനുഷ്യൻ പറയുകയാണ്, ലൗകാനല്ലി മാലൻ, ആ അയാളെ പോലെ എനിക്കും സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിച്ച് അതിന്റെ പ്രതിഫലം കൂടി എനിക്ക് നേടാമായിരുന്നല്ലോ എന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി അയാൾ ആഗ്രഹിക്കുകയാണ് മനസ്സിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഹുമാ ഫിൽ അജ്രി സവാഉൻ. ഇവർ രണ്ടുപേരും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ തുല്യരാണെന്നാണ്. ഒന്നാമത്തെ വ്യക്തി സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് പ്രതിഫലം വാങ്ങിയത്. രണ്ടാമത്തെ വ്യക്തി സമ്പത്ത് ചെലവഴിക്കാതെയാണ് ആ പ്രതിഫലം വാങ്ങിയത്. അതെങ്ങനെയാണ്? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചെലവഴിക്കുമെന്ന് സത്യസന്ധവും ആത്മാർത്ഥവുമായി പറഞ്ഞ അയാളുടെ മനസ്സിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തത്തുല്യമായ പ്രതിഫലം കൊടുത്തത്. മൂന്നാമത്തെ വ്യക്തി വറജുൽ ആതാഹുല്ലാഹു മാലൻ വലം യുഅ്തിഹി ഇൽമ. മൂന്നാമത്തെ വ്യക്തി അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തു, അയാൾക്ക് അറിവില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? കിട്ടിയ സമ്പത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിച്ചു, സുഖമായി ജീവിച്ചു. അപ്പൊ ഇത് കണ്ട മറ്റൊരാൾ, നാലാമത്തെ വ്യക്തി പറയാണ്, അയാൾക്ക് വലം യുഅ്തിഹി മാലൻ വ ഇൽമൻ, അയാൾക്ക് സമ്പത്തുമില്ല അറിവുമില്ല, ഒന്നുമില്ലാത്ത മനുഷ്യൻ. അപ്പൊ ഈ മൂന്നാമത്തെ വ്യക്തിയെ കണ്ട മനുഷ്യൻ നാലാമത്തെ വ്യക്തി പറയാണ്, എനിക്കും അങ്ങനെ സമ്പത്തുണ്ടായി, എനിക്കും അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എന്ത് സുഖ, എന്ത് രസ എന്ന് പറഞ്ഞു. അപ്പൊ നബി പറയാണ്, ഫഹുമാ ഫിൽ വിസ്രി സവാഉൻ. ഇവർ രണ്ടുപേരും പാപത്തിന്റെ വിഷയത്തിൽ പരലോകത്ത് തുല്യരാണ്. മൂന്നാമത്തെ വ്യക്തി സമ്പത്ത് ചെലവഴിച്ച് ദൂർത്തടിച്ച് അങ്ങനെ തെറ്റുവാങ്ങി കൂട്ടി ശിക്ഷ വാങ്ങിയതാണ്. നാലാമത്തെ വ്യക്തി അയാൾ ഇതൊന്നും ചെയ്യാതെയാണ് വാങ്ങിയത്. കാരണം എന്താ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചേനെ എന്ന് അയാളുടെ മനസ്ഥിതി നോക്കിയിട്ടാണ് അയാളും ആ പാപത്തിൽ പങ്കാളിയായി നിർത്തുന്നത്. ഈ ഒന്നാമത്തെ വ്യക്തിക്കും രണ്ടാമത്തെ വ്യക്തിക്കും ആ കൂലി കിട്ടാൻ കാരണം അയാളുടെ മനസ്സാണർത്ഥം. നാലാമത്തെ വ്യക്തിക്ക് കിട്ടിയതോ അതും അയാളുടെ മനസ്സാണർത്ഥം. അപ്പൊ നമ്മൾ അമല് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറയും നമ്മുടെ മനസ്ഥിതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലത്തിന്റെ വിഷയത്തിൽ മാനദണ്ഡമായിട്ട് പരിഗണിക്കാൻ അർത്ഥം. അപ്പൊ ചെയ്തില്ലെങ്കിലും അങ്ങനെ ചെയ്യൂന്നുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറ്റക്കാരായി. നന്മയുടെ വിഷയത്തിലും അതെ, ചെയ്യാൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ചെയ്യാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹത്തിന് പ്രതിഫലം കിട്ടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 4 നമ്മൾ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.